ഈ നാട്ടിൽ ആസിഡ് മഴ പെയ്യുകയാണ്. ആസിഡ് വീണ് റോഡിലെ ടാർ ഉരുകുന്നു. കാറിൽ വീണിട്ട് അത് ഉരുകിയിട്ട് പുക വരാൻ തുടങ്ങുകയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആസിഡ് വീണിട്ട് അയാളുടെ ശരീരം ഉരുകാനായിട്ട് ആരംഭിക്കുന്നു. എല്ലാവരും ആസിഡ് റെയിനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. കുറച്ച് സമയത്തിനു ശേഷം മഴ ശമിച്ചു. ഒരാൾ തന്റെ ഭാര്യയെയും മകനെയും കൂട്ടി ബൈക്കിൽ കയറി അടുത്ത മഴയ്ക്ക് മുൻപ് ആ നാട്ടിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആ വാഹനം കേടാകുന്നു. അതിൽ നിന്ന് പുക വരുന്നുണ്ട്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പല വഴികൾ ശ്രമിച്ചിട്ടും എല്ലാം പാളിപ്പോകും. ഹെൽമെറ്റ് കുട്ടിയെ ധരിപ്പിച്ചിട്ട് അയാൾ ഒരു ഷെൽട്ടർ തേടി അലഞ്ഞു. ആകാശം ഇരുണ്ടുമൂടാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത ആസിഡ് മഴ ഏത് സമയത്തും പെയ്യാം. അവർ കാടുകൾ താണ്ടി നഗരത്തിന് പുറത്തുള്ള ഷെൽട്ടറിൽ എത്തപ്പെട്ടു. പക്ഷേ അവിടം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനാൽ ഗാർഡുകൾ ആരെയും അകത്തേക്ക് കടത്തിയില്ല. തങ്ങളെ കൂടെ കയറ്റാൻ അവർ യാചിച്ചു. ഗാർഡുകൾ വെടിമുഴക്കി അവരെ പേടിപ്പിച്ചോടിച്ചു. കുട്ടിക്ക് ദാഹിക്കുന്നതിനാൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടി അയാൾ പോയി. അയാൾ ഓടിയിട്ട് ഒരു വീട് കണ്ടെത്തി. ആ വീട്ടിൽ നിന്നും വെള്ളം ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ ഇയാളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. തന്റെ കുടുംബത്തിന് നൽകാനാണ് ഈ വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ബേസ്മെന്റിൽ ഒരാൾക്കുള്ള സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ സേഫ് ആയിരുന്നോളാൻ വീട്ടുടമസ്ഥൻ പറയുന്നു. ഇതേ സമയം തന്നെ അമ്മയും മകനും കാട്ടിലൂടെ നടക്കുകയാണ്. കുട്ടി അവന്റെ ഹെൽമെറ്റ് ഊരി മാറ്റി. മഴ പെയ്ത് വരുന്നുണ്ട്. അമ്മയും മകനും പരസ്പരം കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവിടേക്ക് അയാൾ വന്നു. ഹെൽമെറ്റ് മകന്റെ തലയിൽ തിരികെ വെച്ചിട്ട് അവർ കാട്ടിലേക്ക് ഓടി. അങ്ങനെ വഴിയിൽ കിടന്ന് അയാൾക്കൊരു ഷീറ്റ് കിട്ടുകയാണ്. അതുപയോഗിച്ചിട്ട് ഭാര്യയെയും മകനെയും ആസിഡ് മഴയിൽ നിന്ന് അയാൾ സംരക്ഷിച്ചു. അവരുടെ തലയ്ക്ക് മുകളിലായിട്ട് ഷീറ്റ് പിടിച്ചു. മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി. അയാളുടെ ശരീരം പൊള്ളാൻ ആരംഭിച്ചു. അയാളുടെ സംരക്ഷണത്തിൽ അവരങ്ങനെ ആ മഴയത്തു കൂടി നടന്നു. മുൻപിലായിട്ട് ഒരു ഗുഹ കണ്ടെത്തി. അവർ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി രക്ഷപ്പെട്ടു.